നല്ല സിനിമയാണ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ നല്ലൊരു കോർട്ട് റൂം ഡ്രാമയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഒരു ലാഗുമില്ല, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. പിന്നെ തിരക്കഥ ഒരു പഴുതില്ലാത്ത തിരക്കഥയുണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെയും അനുപമയുടെയും പെർഫോമൻസ്. അനുപമയുടെ എനിക്കൊന്ന് മലയാളത്തിലെ ഏറ്റവും മുഴുനീളമായിട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെ ഒരുപാട് പഞ്ച് ഡയലോഗ്സ് ഉണ്ട്. എന്തായാലും നമുക്ക് യാതൊരു മുഷിവില്ലാതെ ഈ സിനിമ ധൈര്യമായിട്ട് വന്ന് കാണാം. പിന്നെ ഈ വിവാദം, ആവശ്യമില്ലാത്തൊരു വിവാദം സൃഷ്ടിച്ച് സിനിമ ഇത്രയും നാളങ്ങ് നീട്ടിക്കൊണ്ട് പോയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യമില്ലാത്തൊരു വിവാദം, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ വിവാദം ഉണ്ടാക്കിയവരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് നല്ലൊരു മൂവി, ധൈര്യമായിട്ട് പോയി. അങ്ങനെയൊന്നുമില്ല, ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടി പലരും കയറുന്നുണ്ടായിരിക്കാം. ഇതിലൊരു കാര്യമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ദൈവങ്ങളുടെ പേര് വെച്ച് നമുക്ക് പേരിടാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭരണഘടനയിലെങ്ങാനും എഴുതി വയ്ക്കണം. ദൈവങ്ങളുടെ പേരൊന്നും ആരും ഇടാൻ പാടില്ല. പിന്നെ ദൈവങ്ങളുടെ പേരുള്ള എത്രയോ ക്രിമിനൽസ് നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് ദൈവത്തിൻ്റെ പേരാണെന്ന് പറഞ്ഞ് ഞാൻ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ആൾക്കാർ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. എത്രയോ ദൈവങ്ങളുടെ പേരുള്ള സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ആക്രമണങ്ങൾ ഇരയാവുന്നുണ്ട്. അതുകൊണ്ട് പേരിലൊന്നും ഒരു കാര്യമില്ല. പേരിന് പേരിലുള്ള വിവാദം തന്നെ വെറും ഒരു അനാവശ്യം എന്ന് തന്നെ പറയാം. ഒരുപാട് സിനിമകളുണ്ട് പേര് ഈ ദൈവങ്ങളുടെ പേരുള്ള അല്ലെങ്കിൽ ദൈവങ്ങളുടെ പേരുള്ള കഥാപാത്രങ്ങളുള്ള സിനിമകൾ ഇഷ്ടംപോലെ. അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകിച്ച് ഒരു വിവാദം ഇപ്പോഴും ഉണ്ടായി. അതും ഇത് ആരെ കുറ്റപ്പെടുത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും നല്ലൊരു മൂവിയാണ്, നമുക്ക് ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ.